ഹലോ. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ഉണ്ടായിരുന്നു. ഗംഗ എന്നായിരുന്നു കുട്ടീൻ്റെ പേര്. അങ്ങനെ തോന്നുന്നു. ഗംഗക്കുട്ടിയാണ്. അപ്പോൾ അവൾ കുറേ ആയിട്ട് ചോദിക്കുന്നു മിലൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമെന്ന്. എടുക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ രാവിലെ ആ ഒരു ടൈം എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകും. കാരണം രാവിലെ എന്തായാലും നല്ല തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എന്നോട് വിട്ടുപോകും. രാവിലെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ പിന്നെ ആ ഡേ ഇൻ മൈ ലൈഫ് ആവില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ അവിടെ ഇത്രയും തവണ കമൻറ്റ് ഇട്ടതല്ലേ. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ഡേ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവൻ എണീറ്റിട്ടില്ല. അവൻ എണീക്കുന്ന തൊട്ടിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവൻ ഓരോ ദിവസം ഓരോ സമയത്താണ് എഴുന്നേൽക്കുന്നത്. സാധാരണ ലേറ്റായിട്ട് കിടക്കുന്ന സമയത്ത് ലേറ്റായിട്ട് എണീക്കും. അതേപോലെ തന്നെ നേരത്തെ കിടന്നുറങ്ങുന്ന ടൈമിൽ നേരത്തെ എണീക്കും. അപ്പോൾ ഇന്നെന്തായാലും കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റപാടെ കുറച്ച് ഷീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പറഞ്ഞാൽ അനുസരിക്കൊന്നുമില്ല. ഇത് കുറച്ച് നേരത്തെ ഉള്ള സ്നേഹപ്രകടനങ്ങളാണ് എണീറ്റപാടുള്ള. പിന്നെ അവൻ്റെ ഒരു ശീലമാണ് ഫാൻ ഓഫ് ആക്കുന്നത്. അവൻ രാവിലെ എണീറ്റ് വന്നാൽ ഞാൻ അന്നേരം തന്നെ അവനോട് പറയും ഫാൻ ഓഫ് ആക്കണമെന്ന്. അപ്പോൾ അതിപ്പോൾ ഒരു ശീലമാണ്. എന്ന് ഫാൻ ഒക്കെ ഓഫാക്കിയിട്ട് വരും. അപ്പോൾ ഇതാ അവനെ ഞാൻ ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഇതുവരെയും ഞാൻ അവനെ പിന്നെ എങ്ങനെ പല്ലേപ്പിച്ചത് സാധാരണ എൻ്റെ കൈ കൊണ്ട് അതായത് വിരലിട്ടിട്ട് പല്ല് തേച്ച് കൊടുക്കാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബ്രഷും പേസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബ്രഷ് മുൻപേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെറും ബ്രഷ് കൊണ്ട് തേക്കുന്ന ടൈമിൽ ഒന്ന് നല്ല ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ തേച്ച് കൊടുക്കലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും മോനെ പേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ബ്രഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂട്ടീൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഒരു 3-5 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനായിരുന്നു ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓനെ കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിപ്പിച്ചു. ഇനി അതൊക്കെ ശീലിച്ച് വരണമല്ലോ. അങ്ങനെ ഓൻ തന്നെ എന്തൊക്കെ തട്ടിക്കൂട്ട് ബ്രഷൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് മടിയില്ലാതെ കാണിച്ചു തരുന്നത് ക്യാമറ മുന്നിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചെറിയ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ചായ കുടിക്കുന്ന ടൈമിൽ ഓൻ ഇതേപോലെ ടി വിൻ്റെ മുന്നിലൊക്കെ ഇരുന്നിട്ടാണ് ചായ കുടിക്കൽ. അതൊരു ശീലമാണിപ്പോൾ. പിന്നെ ഇതാ ചോക്ലേറ്റ് എടുത്തിട്ട് ഓൻ തന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. രാവിലെ കൊച്ചു ടി വിയിൽ ഡോറ ബുജിയൊക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുക. ആ ഒരു ടൈമിലാണ് ഒന്ന് എണീറ്റ് വരിക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരും. കാർട്ടൂണോ കാര്യങ്ങളോ എന്തെങ്കിലും. ബാലവീറൊന്നും അത്ര ഇഷ്ടമില്ല. ഇങ്ങനത്തെ ഡോറേൻ്റെ ആ ഒരു പ്രോഗ്രാമൊക്കെ ഇഷ്ടമുള്ളൂ. അപ്പോൾ ചായയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വാക്കറിലൊക്കെ ഇരുന്നിട്ട് കളിക്കുമായിരുന്നു. ടി വി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടി വിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നേരത്തെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് ഇങ്ങനെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി കേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അവളെ ബർത്ത്ഡേ ആയിരുന്നു തലേന്ന്. അപ്പോൾ അവന് കേക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് കൊണ്ട് കൊടുത്തു. ഓൻ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. ഭയങ്കര കേക്കിനോടും ബിസ്ക്കറ്റിനോടും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കുട്ടിയൊന്നുമല്ല അത്. ആ ഒരു കളി കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് കണ്ടാൽ ആർത്തിയോടെ കഴിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാനൊന്ന് കുടിച്ച് റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്നൊരു കൂടലുണ്ടായിരുന്നു. അപ്പോൾ കൂടലിന് പോകാൻ വേണ്ടിയിട്ട് ഓൻ ഒരുക്കാമെന്ന് വിചാരിച്ചു. കൂടലെന്ന് പറഞ്ഞാൽ വീട്ടിൽ കൂടലാണ്. അപ്പം ഞാൻ അന്ന് നല്ല വെയിലുള്ള ടൈമാണല്ലോ. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓൻ അങ്ങനെ വേറെ ക്രീമും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല പൊരി വെയിലാണ്. അപ്പോൾ ഞാൻ ഇട്ട ടൈമിൽ ഓനും കൂടെ ഇട്ടെടുത്തു. പിന്നെ ഏച്ചിൻ്റെ മോനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇട്ട് കൊടുത്തു. കുട്ടികളുടെ സൺസ്ക്രീനാണ്, ഹിമാലയേൻ്റെതാണ്. ഞാൻ വേറെ ബ്രാൻഡും കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം ഓരോരുത്തർക്കായിട്ട് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ആദ്യം തന്നെ ആ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ സാധാരണ സബാൻ വേണ്ടിയിട്ട് പൗഡറാണ് യൂസ് ചെയ്ത് ആ ഒരു പൗഡറും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അവൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെച്ച് കൊടുത്തു. അപ്പം മുടി വാരുന്നത് ഓന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ അത് ചെറുപ്പമുണ്ട് നന്നായിട്ട് മുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുത്തു. അങ്ങനെ ഒരിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ ഞങ്ങൾക്ക് കൂടലിലേക്ക് പോകണം. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ കൂടലാണ് കേട്ടോ. ഹൗസ് വാമിംഗ് ആണ്, കൂടലിനാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുക. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ നമ്മൾ വീട്ടിലുള്ള സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഒരുങ്ങി പോകേണ്ട പുറപ്പാടിലൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുള്ള ടൈം ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കൂടുതലിൻ്റെ ആ ഒരു വീട്ടിൽ കുറച്ച് സമയം ഇരുന്നു. അതിൻ്റെ ഉള്ളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ പന്തലിലേക്ക് പോയി ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ സദ്യയായിരുന്നു. മിലോനെ ഞാൻ വേറെ ഒരു ഇതിലേക്ക് ഇരുത്തിയിട്ട് അവന് ഫുഡൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ആ ഒരു വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ മിലോന് അവിടെയായിരുന്നു ഫാനിൻ്റെ ആ ഒരു തരത്തിൽ ഇങ്ങനെ തിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. കുറച്ച് കുരുത്തക്കേടൊക്കെ കൂടുതലാണ്. എവിടെയെങ്കിലും പോയാൽ കുറച്ചും കൂടെ എന്നൊക്കെ പറഞ്ഞാലൊക്കെ എങ്കിലും ഇതേപോലെ പഠിച്ച കളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കൂടുതലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ അവർ പായസവും കാര്യങ്ങളൊക്കെ അവിടെ ബാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ അവന് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവന് പായസം ഒരു കല്യാണ വീട്ടിൽ നിന്ന് കൂടുതലുള്ള വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൻ നല്ല രീതിയിൽ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും അവൻ ആ പായസം വേണ്ടിയിരുന്നില്ല, അവൻ കുടിച്ചില്ല. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരെ ചോറൊക്കെ കൊടുക്കാൻ. അപ്പോൾ രാത്രി ഒരു 7 മണി ആ ഒരു ടൈം ആയാൽ തന്നെ ഞാൻ അവന് ചോറൊക്കെ കൊടുക്കും. അപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് ബുക്കിൽ ഇങ്ങനെ പടം വരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് ചോറിന് അവിയലിൻ്റെ അകത്തുള്ള കുറച്ച് ക്യാരറ്റും ഉപ്പേരി മാത്രം എടുത്തിട്ടാണ് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓന് കറികളൊന്നും അങ്ങനെ ഇഷ്ടമല്ല. കറിയൊന്നും കൂടി തന്നത് മൂപ്പർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല.
അപ്പോൾ ഞാൻ അവന് എന്താണോ ഇഷ്ടം ആ ഒരു ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് അതൊക്കെ അതിലേക്ക് എടുത്ത് വെച്ചിട്ട് അവനങ്ങനെ ചോറൊക്കെ കൊടുത്തു. പിന്നെ ഈ ബെഡിലിരുന്ന് ചോറൊക്കെ കൊടുക്കുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ ചില സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര വാശിയൊക്കെ ആയിരിക്കുമല്ലോ. അന്നേരം ഞാൻ വിചാരിക്കും എന്തെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവന് കൊടുക്കും. കാരണം അവൻ ആ ഒരു കൊടുത്ത പായസം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉച്ചക്ക് തിന്ന ചോറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി വാശിയൊക്കെ പിടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരുന്നോട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബെഡിലിരിക്കെ ഇരുത്തിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾക്കുള്ള ഒരു പരിപാടിയാണ്. ആ ഒരു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിൻ്റെ കുറച്ച് സമയം ഉണ്ടല്ലോ, ആ ഒരു സമയം ഞങ്ങൾ ഇതേപോലെ ബുക്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യും. ഒന്നെങ്കിൽ കളർ ചെയ്യും, അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം മിലുവിനാണെങ്കിൽ ഇങ്ങനത്തെ ബുക്കിനോടും, അതായത് കഥകളൊക്കെ ഉള്ള ബുക്ക് ഉണ്ടാവുമല്ലോ, നല്ല പിക്ചേഴ്സൊക്കെ ഉള്ള ബുക്ക്, അതിനോടൊക്കെ അവന് താല്പര്യമാണ്. അതായത് കുട്ടികൾ കളിക്കുന്ന ബുക്ക് ഉണ്ടാവും, പഠിക്കുന്ന ബുക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ബുക്കിനോടൊക്കെ അവന് താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതിലുള്ള കഥകളൊക്കെ അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യും ബുക്കൊക്കെ ആയിട്ട്. പിന്നെ നേരെ അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഉറക്കുന്ന ടൈമിൽ അവന് ഒട്ടും ഇഷ്ടമല്ല ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഷാറ്റും പിടിച്ച് കാര്യമൊക്കെ ചെയ്യും. ഞാൻ നേരെ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ലാസ്റ്റ് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടാണ് അവനെ ഉറക്കാറ്. അപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ലൈറ്റ് ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നതാണ്. അപ്പം ഇനി ഞങ്ങളുടെ ബെഡ് ടൈമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ അത്രയല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാ.